കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമെതിരെ രൂക്ഷ വിമർശനവുമായി കാന്തപുരം സമസ്ത മുഖപത്രം സിറാജ്. തീവ്ര ക്രൈസ്തവ വിഭാഗങ്ങളുടെ വോട്ട് ബാങ്കിൽ UDFന് ഭീതിയെന്നും പരിഹാസം. ഹൈബി ഈഡൻ MP-യെ കടന്നാക്രമിക്കുന്ന സിറാജ് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ വാനോളം പുകഴ്ത്തുന്നു. ഹിജാബ് വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സമീപനങ്ങൾ മാതൃകാപരമെന്ന് കാന്തപുരം വിഭാഗത്തിന്റെ വിലയിരുത്തൽ. പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർത്തി കാന്തപുരം AP സുന്നി വിഭാഗം രംഗത്ത്. കോൺഗ്രസ് നേതാവും MP-യുമായ ഹൈബി ഈഡനെ നിശിതമായി വിമർശിക്കുന്ന കാന്തപുരം വിഭാഗം വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയെ വാനോളം പുകഴ്ത്തുന്നുമുണ്ട്. കാന്തപുരം സമസ്തയുടെ മുഖപത്രമായ സിറാജിൽ പ്രസിദ്ധീകരിച്ച തട്ടവിലക്കിന്റെ മതം രാഷ്ട്രീയം എന്ന ലേഖനത്തിലാണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും നേതാക്കളുടെ ഇരട്ടത്താപ്പിനെ നിശിതമായി വിമർശിച്ചിരിക്കുന്നത്. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി റഹ്മത്തുള്ള സഖാഫി എളമരമാണ് പ്രസ്ഥാനത്തിന്റെ നയം വ്യക്തമാക്കി ലേഖനം എഴുതിയിരിക്കുന്നത്. മുസ്ലിം വിശ്വാസ പ്രമാണങ്ങൾ അനുസരിച്ചുള്ള വസ്ത്രധാരണ രീതികൾ പിന്തുടരാൻ അനുവദിക്കാതെ ഒരു സമുദായത്തിന്റെ മൗലിക അവകാശങ്ങളെ തകർക്കുന്ന വിധത്തിൽ ഒരു 13-കാരിക്ക് നേരിടേണ്ടി വന്നത് വലിയ അവകാശ ലംഘനമാണ്. എന്നിട്ടും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇതൊന്നും അറിഞ്ഞ മട്ട് കാണിക്കുന്നില്ലെന്ന ആക്ഷേപമാണ് റഹ്മത്തുള്ള സഖാഫി മുന്നോട്ട് വയ്ക്കുന്നത്. കോൺഗ്രസിന്റെ സമുന്നത നേതാക്കൾ ആരും ഒരു സമുദായത്തിന്റെ മൗലികാവകാശം പരസ്യമായി നിഷേധിച്ച വിവരം തന്നെ അറിഞ്ഞ മട്ടില്ല. ഇതേ കോൺഗ്രസുകാർക്കൊപ്പം ഇരുന്ന് വിഷയത്തിൽ പ്രതികരിക്കാതെ ദിവസങ്ങളോളം ഒളിവിൽ കഴിയുകയാണ് മുസ്ലിം ലീഗും ചെയ്തത്. 3 ദിവസത്തെ മൗനവ്രതത്തിന് ശേഷമാണ് ചെറുതായൊന്ന് പ്രതികരിക്കാൻ പോലും ലീഗ് നേതാക്കൾ തയ്യാറായതെന്നും ലേഖനം രൂക്ഷ ഭാഷയിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഏറ്റവും ഒടുവിലാണ് മുഖം രക്ഷിക്കാനായി കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നതെന്നും ലേഖനത്തിൽ വിമർശിക്കുന്നുണ്ട്. V ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കെ ഒരു മുസ്ലിം വിദ്യാർത്ഥിനിക്ക് പഠനം ഉപേക്ഷിക്കേണ്ടി വന്നുവെന്ന വിധത്തിലുള്ള പ്രസ്താവനയുമായി കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തുകയായിരുന്നു. അതിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നത് സമുദായ സ്നേഹമല്ല, മറിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തന്നെയായിരുന്നു. എറണാകുളത്തിന്റെ MP-യായ ഹൈബി ഈഡനാകട്ടെ ഒരു ജനപ്രതിനിധിക്ക് ചേരാത്ത വിധത്തിൽ വിദ്യാർത്ഥിനിയുടെ രക്ഷിതാവിനെ ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്തതെന്ന ഗുരുതര ആരോപണവും AP വിഭാഗം സമസ്ത നേതാവ് ഉയർത്തുന്നുണ്ട്. വിദ്യാർത്ഥിനിയെ തട്ടമിടാതെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുകയാണ് വേണ്ടതെന്ന വിധത്തിൽ ഭീഷണിയോടെയാണ് ഹൈബി ഈഡൻ പ്രതികരിച്ചതെന്നും ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ ആത്മാഭിമാനത്തിന്റെ വിഷയമായിട്ടും കാസക്കാരായ സ്കൂൾ അധികൃതരെ സഹായിക്കുന്ന നയമാണ് ഹൈബി ഈഡൻ MP കൈക്കൊണ്ടതെന്നും കോൺഗ്രസും മുസ്ലിം ലീഗും സ്വീകരിച്ചതും ഇതേ നിലപാട് തന്നെയായിരുന്നുവെന്നും AP വിഭാഗം തുറന്നടിച്ചിട്ടുണ്ട്. തീവ്ര ക്രൈസ്തവ ആശയഗതികൾ പേറുന്നവർക്ക് തൃപ്പൂണിത്തറ അല്പം സ്വാധീനമുള്ള മണ്ഡലമാണ്. ആ വോട്ട് ബാങ്കിനെ പേടിച്ചാണ് മുസ്ലിം ലീഗും കോൺഗ്രസും സ്കൂൾ അധികൃതർക്ക് വേണ്ടി വാദിക്കുന്നത്. സ്കൂൾ അധികാരികൾക്കെതിരെ സംസാരിച്ചാൽ അത് മുതലെടുത്ത് BJP കൂടുതൽ വോട്ട് തട്ടുമെന്ന ഭീതിയാണ് MP-യായ ഹൈബി ഈഡനുള്ളതെന്നും റഹ്മത്തുള്ള സഖാഫി എളമരം വിമർശിച്ചിട്ടുണ്ട്. അതേസമയം ഈ വിധത്തിലുള്ള വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തെ തെല്ലും കൂസാതെ അന്തസ്സുള്ള നിലപാടാണ് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി സ്വീകരിച്ചതെന്ന വിധത്തിൽ സംസ്ഥാന സർക്കാരിനെ അഭിനന്ദിക്കാനും കാന്തപുരം സമസ്ത നേതാവ് തയ്യാറായിട്ടുണ്ടെന്നതാണ് ഏറെ ശ്രദ്ധേയം. മന്ത്രി ശിവൻകുട്ടി നിവർന്നു നിന്ന് സംസാരിച്ചത് കേരളത്തിന്റെ സാംസ്കാരിക മാനം കാക്കുന്നതായി എന്ന വിധത്തിൽ റഹ്മത്തുള്ള സഖാഫി നടത്തിയ അഭിനന്ദന വാക്കുകൾക്ക് രാഷ്ട്രീയ പ്രാധാന്യവും ഏറെയാണ്. ഉത്തരേന്ത്യയിലും മറ്റും കേട്ടുകൊണ്ടിരിക്കുന്ന മതചിഹ്നങ്ങളോടുള്ള അസഹിഷ്ണുത പച്ചയായി കേരളത്തിലും പറയാൻ ധൈര്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നുവെന്നത് വർഗീയ രാഷ്ട്രീയത്തിന്റെ ഭീബത്സ മുഖത്തെയാണ് തുറന്നു കാണിക്കുന്നതെന്നും AP വിഭാഗം സമസ്ത നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒളിച്ചു കളിക്കുമ്പോൾ തീവ്ര ക്രൈസ്തവ ഭീഷണികൾക്ക് കീഴടങ്ങാതെ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നത് ഇടതുപക്ഷം തന്നെയാണെന്ന കാന്തപുരം വിഭാഗത്തിന്റെ പരസ്യ പ്രഖ്യാപനത്തിന് അത്യധികം പ്രസക്തിയാണുള്ളത്. സാധാരണഗതിയിൽ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ കാന്തപുരം വിഭാഗം പരസ്യമായി പ്രഖ്യാപിക്കാറില്ല. എന്നാൽ അതിൽ നിന്നും വിഭിന്നമായി ഹൈബി ഈഡൻ MP-ക്കെതിരെ രൂക്ഷമായ കടന്നാക്രമണമാണ് AP വിഭാഗം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ആസന്നമായ തെരഞ്ഞെടുപ്പുകളിൽ കാന്തപുരം വിഭാഗം കൈക്കൊള്ളുന്ന നയം പതിവ് പോലെ ഇടത് ആഭിമുഖ്യ സമീപനം തന്നെയായിരിക്കുമെന്ന മൗന പ്രഖ്യാപനം കൂടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്.